Good morning students, welcome to the video. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് അഥവാ XOR ഗേറ്റ് എന്നാണ്. XOR ഗേറ്റ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് അഥവാ XOR ഗേറ്റ്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് അഥവാ XOR ഗേറ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതറിയാമല്ലോ, ഇത് ഓർ ഗേറ്റിന്റെ സിമ്പിൾ ആണ്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടാണ് ഇതും കൂടെ വരച്ചു വെക്കുന്നു. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഇങ്ങനെയാണ് സിമ്പിൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ XOR ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ ഔട്ട്പുട്ടിൽ A XOR B കിട്ടും. ഇത് എഴുതുന്നത് A XOR B എന്നാണ്. A XOR B അല്ലെങ്കിൽ A എക്സ്ക്ലൂസീവ് ഓർ B. എക്സ്ക്ലൂസീവ് ഓറിന്റെ ഷോർട്ട് ഫോം ആണ് XOR. അപ്പോ എയും ബി ഇൻപുട്ടിൽ കൊടുത്താൽ A XOR B കിട്ടും. അതായത് A എക്സ്ക്ലൂസീവ് ഓർ B കിട്ടും. ഇതിന്റെ എക്സ്പാൻസീവ് ഫോം എന്ന് പറഞ്ഞാൽ A XOR B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ബാർ B പ്ലസ് AB ബാർ ആണ്. A XOR B യുടെ എക്സ്പാൻസീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ബാർ B പ്ലസ് AB ബാർ. അപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A എക്സ്ക്ലൂസീവ് ഓർ B A XOR B അല്ലെങ്കിൽ A ബാർ B പ്ലസ് AB ബാർ കിട്ടും. A ബാർ B പ്ലസ് AB ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ എയും ബിയും ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട്പുട്ടിൽ A ബാർ B പ്ലസ് AB ബാർ അല്ലെങ്കിൽ A XOR B കിട്ടും. ഈ സൈൻ കണ്ടോ, ഒരു സർക്കിളിനകത്ത് ഒരു പ്ലസ് സൈൻ, അതിനർത്ഥം എക്സ്ക്ലൂസീവ് ഓർ എന്നാണ്. അപ്പൊ നമുക്ക് എയും ബിയും കൊടുത്താൽ ഔട്ട്പുട്ടിൽ A ബാർ B പ്ലസ് AB ബാർ കിട്ടി. ഓക്കെ, ഇനി അതിന്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ അതിന് തുല്യമായ എക്സ്ക്ലൂസീവ് ഓറിന് തുല്യമായ ഒരു ഇക്വലന്റ് സർക്യൂട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതായത് A ബാർ B പ്ലസ് AB ബാർ കിട്ടുന്ന ഒരു സർക്യൂട്ട് നമുക്ക് വരയ്ക്കണം. ഇത് പ്ലസ് അല്ലാതെ ഓർ ആണ്. ഞാൻ ഓറിന് പകരം എളുപ്പത്തിൽ പ്ലസ് എന്ന് പറയുന്നേ ഉള്ളൂ. A ബാർ B പ്ലസ് AB ബാർ. ഓക്കെ, നോക്ക്, ആദ്യം ചെയ്യേണ്ട ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ A ബാർ B പ്ലസ് AB ബാർ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് ആൻഡ് ഗേറ്റും എടുക്കണം, രണ്ട് നോട്ട് ഗേറ്റും എടുക്കണം. ഇതാണ് ഒരു ആൻഡ് ഗേറ്റ്, ഇത് രണ്ടാമത്തെ ആൻഡ് ഗേറ്റ്, ഇത് ഒരു നോട്ട് ഗേറ്റ്, ഇത് രണ്ടാമത്തെ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ആൻഡും രണ്ട് നോട്ടും എടുക്കുക. രണ്ട് ആൻഡും രണ്ട് നോട്ടും എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻഡിന്റെ ഇൻപുട്ടിൽ നമ്മൾ A കൊടുത്തു, മറ്റേ ഇൻപുട്ടിൽ B കൊടുക്കുകയാണ്. B നേരിട്ട് ഈ ഒന്നാമത്തെ ആൻഡിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു നോട്ട് ഗേറ്റിൽ കൊടുക്കും. ആദ്യത്തെ നമുക്കറിയാം ഒരു ആൻഡ് ഗേറ്റിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇൻപുട്ടിൽ A കൊടുത്തു കഴിഞ്ഞു ഞാൻ, രണ്ടാമത്തെ ഇൻപുട്ടിൽ B നേരിട്ടല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത്. B ഒരു നോട്ട് ഗേറ്റ് വഴി കൊടുക്കും. നോട്ട് ഗേറ്റ് വഴി B കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ചെല്ലുന്ന എന്താണ്? B ബാർ ആണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും B ബാറും കിട്ടി. ഔട്ട്പുട്ടിൽ എന്ത് വരും? ആൻഡ് ഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ആണ് ചെയ്യുന്നത്. അതിന് തുല്യമായ എയും ബിയും ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് തരും? A ഇൻറ്റു B, അതായത് A ആൻഡ് B തരും. ഇനി എയും B ബാറും കൊടുത്താൽ എന്ത് സബ് തരും? AB ബാർ തരും. AB ബാർ തരും. ഓക്കെ, AB ബാർ തരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് ഞാൻ A കൊടുത്തു, രണ്ടാമത്തെ ഇൻപുട്ടിലേക്ക് B ഒരു നോട്ട് ഗേറ്റ് വഴി കൊടുത്തു. B നോട്ട് ഗേറ്റ് വഴി കൊടുക്കുമ്പോൾ ഈ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ B ബാർ വരും. എയും B ബാറും ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുത്താൽ AB ബാർ ഔട്ട്പുട്ട് തരും. അതേപോലെ രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ടിൽ ഞാൻ B കൊടുത്തു.
മറ്റേ ഇൻപുട്ടിലേക്ക് ഞാൻ നേരിട്ടല്ല കൊടുക്കുന്നത്, ഒരു നോട്ട് ഗേറ്റ് വഴിയാണ് കൊടുക്കുന്നത്. കാരണം ബി വീണ്ടും നമ്മൾ അഡീഷണൽ ആയിട്ട് വരയ്ക്കൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ കൊടുത്ത ബിയിലേക്ക് ഒരു ലൈൻ കൂട്ടിമുട്ടിച്ചാൽ ഈ ബി ഇവിടെ വരും. അതേപോലെ രണ്ടാമത്തെ ഇൻപുട്ടിലേക്ക് നോട്ട് ഗേറ്റ് വഴി എ കൊടുക്കണമെങ്കിൽ ഈ എ എടുത്ത് ഇങ്ങോട്ട് മുട്ടിച്ചാൽ മതി, അല്ല വീണ്ടും നമ്മൾ വരയ്ക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ഇവിടെ എയും ബിയും ഉണ്ടല്ലോ, വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എയും ബിയും ഒന്നും വരയ്ക്കണ്ട. ബി കിട്ടാൻ വേണ്ടി നേരത്തെയുള്ള ആ ബിയിൽ നിന്നൊരു ലൈന് രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് മുട്ടിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ മറ്റേ ഇൻപുട്ടിലേക്ക് ഞാൻ എ നേരിട്ടല്ല ഒരു നോട്ട് ഗേറ്റ് വഴിയാണ് കൊടുക്കുന്നത്. എ നോട്ട് ഗേറ്റ് വഴി കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എ ബാർ വരും. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിന്റെ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ എ ബാറും ബിയും വന്നു. ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ എ ബി കിട്ടും. എ ബാറും ബിയും കൊടുത്താലോ എ ബാർ ബി കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലായിട്ട് എ ബി ബാറും എ ബാർ ബിയും കിട്ടിക്കഴിഞ്ഞു. എ ബി ബാറും എ ബാർ ബിയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം? എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണ് നമുക്ക് വേണ്ടത്. അഡീഷണൽ ഓപ്പറേഷൻ ആണ് വേണ്ടത്. എ ബാർ ബിയും എ ബി ബാറിനെയും ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഗേറ്റ് ഏതാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ആണ്. ആഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഓർ ആണ്. ഓർ ഗേറ്റ് ആണ്. ഒരു ഓർ ഗേറ്റ് എടുക്കുക. ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ എ ബി ബാറും എ ബാർ ബിയും കൊടുക്കുക. ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ എ പ്ലസ് ബി, അതായത് എ ഓർ ബി കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ബി ബാറും എ ബാർ ബിയും കൊടുത്താൽ എന്തോ ചെയ്യും? രണ്ടിനും നമ്മൾ ആഡ് ചെയ്ത് തരും. രണ്ടിനും നമ്മൾ ഓർ ചെയ്ത് തരും. അതായത് എ ബി ബാർ പ്ലസ് എ ബാർ ബി കിട്ടും. അപ്പോൾ ഇതാണ് ഒരു എക്സോർ ഗേറ്റിന്റെ ഇക്വലന്റ്. അതായത് ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ ഔട്ട്പുട്ടിൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ തരും. എ ബാർ ബി പ്ലസ് എ ബി ബാർ തരും. അതായത് എ എക്സോർ ബി തരും, അല്ലെങ്കിൽ എ എക്സ്ക്ലൂസീവ് ഓർ ബി തരും. ഇനി ഇതിന്റെ ട്രൂത്ത് ടേബിൾ പഠിക്കണം. ട്രൂത്ത് ടേബിൾ കാണാതെ പഠിക്കരുത്. ഓക്കെ, ട്രൂത്ത് ടേബിള് കാണാൻ പഠിച്ചുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ഓർ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും. എളുപ്പ വഴിയുണ്ട് ട്രൂത്ത് ടേബിൾ പഠിക്കാൻ. ആദ്യം ഞാൻ ട്രൂത്ത് ടേബിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻപുട്ടിൽ എയും ബിയും 0-0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. 1-1 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആണ്. അതായത് സെയിം ഇൻപുട്ട് വന്നാൽ, ഇപ്പോൾ 0-0യുടെ കേസിൽ വരുന്ന ഇൻപുട്ട് സെയിം ആണ്, 1-1ന്റെ കേസിലും വരുന്ന ഇൻപുട്ട് സെയിം ആണ്. ആ രണ്ട് സമയം ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇൻപുട്ട് ഡിഫറന്റ് ആണെങ്കിലോ 1-0യും 0-1 എന്നാൽ എന്തായിരിക്കും? ഇൻപുട്ട് ഡിഫറന്റ് ആണെങ്കിൽ A0 B1, അടുത്ത കണ്ടീഷൻ A1 B0. ഈ രണ്ട് കണ്ടീഷനിലും ഇൻപുട്ട് ഡിഫറന്റ് ആണ്. അങ്ങനെ വന്നാൽ ഔട്ട്പുട്ട് 1 വരും. ഓർത്തിരിക്കുക, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിന്റെ കേസിൽ ഇൻപുട്ട് സെയിം ആണെങ്കിൽ, അതായത് 0-0യോ 1-1 വന്നാൽ, 0-0യോ 1-1 വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഇൻപുട്ട് ഡിഫറന്റ് ആണെങ്കിൽ, അതായത് 0-1 1-0 വന്നാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് കാണാതെ പഠിക്കരുത്. ഇനി നമുക്ക് ഇൻപുട്ട് 0-0 കൊടുക്കും. ട്രൂത്ത് ടേബിൾ എഴുതുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 0-0 കൊടുത്തു. A0 B0. ഓക്കെ, അപ്പോൾ A0 ആണെങ്കിൽ ഒന്നാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇവിടെ എന്താ വരും? 0 വരും. ഇൻപുട്ട് 0 വരും. ഈ ബിയും 0 അല്ലേ? ബി 0 ആണ്. 0 എടുത്ത് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വരും? 1 വരും. 1 വരും. കാരണം നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 0 കൊടുത്ത ഔട്ട്പുട്ടിൽ 1 വരും. ഇനി ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 0യും 1ഉം വന്നു. ഔട്ട്പുട്ട് എന്ത് വരും? 0. 0 into 1 എത്ര വരും? 0 വന്നു. ഇനി ഈ ആൻഡ് ഗേറ്റിന്റെ കാര്യം എടുക്കാം. അവിടെ A0 എടുത്ത് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുത്തു.
നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിൽ A0 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 വന്നു. രണ്ടാമത്തെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് B0 ആണ്. ഓക്കെ. ഇനി ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 1ഉം 0ഉം വന്ന ഔട്ട്പുട്ട് എന്ത് വരും? 1ന്റെ 0 എത്ര വരും? 0. ആൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തുല്യമായ ഒരു പ്രോസസ്സാണ്. 1ന്റെ 0 ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 0 × 0 എത്ര? 0. 0 × 1 എത്ര? 0. 1 × 1 എത്ര? 1 × 1 വരുമ്പോഴും മാത്രമേ 1 വരത്തുള്ളൂ. 1ന്റെ 0 എത്ര വരും? 0. ഇനി ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് 0ഉം 0ഉം കൊടുത്തു. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അഡീഷന് തുല്യമായ ഒരു ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. 0 + 0 എന്ന് പറഞ്ഞാൽ എത്ര? 0. അങ്ങനെ ഔട്ട്പുട്ട് 0 കിട്ടി. അങ്ങനെയാണ് ഈ ട്രൂത്ത് ടേബിൾ എഴുതുന്നത്. 0ഉം 0ഉം കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് വരും? 0. ഇപ്പോൾ ഞാനിത് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. 0ഉം 1ഉം കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. A0 B1 കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. A0 കൊടുത്താൽ ഈ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 0 വരും. B1 ആണ് കൊടുക്കുന്നത്. അത് നോട്ട് ഗേറ്റ് വഴിയാണ് കൊടുക്കുന്നത്. നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 1 കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് വരും? 0. ഓക്കെ. ഇനി ഈ ആൻഡ് ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടിലും 0 വന്നു. 0 × 0 എത്ര വരും? 0. ഇനി നോക്ക്, രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ B1 അല്ലേ? B1 എത്ര? 0 ആണ്. A0 ആണ്. ആ 0 നോട്ട് ഗേറ്റ് വഴിയാണ് കൊടുക്കുന്നത്. നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് 0 കൊടുത്ത ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. എന്ത് വരും? 1 വരും. അപ്പോൾ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 1ഉം 1ഉം വന്നു. 1 × 1 എത്ര? ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ 1 1 കൊടുത്താൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ആണ് ചെയ്യുന്നത്. 1 × 1 എത്ര വരും? 1. അപ്പോൾ ഈ ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ 0ഉം 1ഉം വന്നു. 0ഉം 1ഉം വന്നു. ഓർ ഗേറ്റ് ചെയ്യുന്ന എന്താണ്? അഡീഷന് തുല്യമായ പ്രോസസ്. 0ഉം 1ഉം കൂട്ടി എത്ര വരും? 1. സീറോയും 1ഉം കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. ഇൻപുട്ട് 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 0 1 ആണെങ്കിൽ 1. ഇങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിക്കുന്നത്, കാണാൻ പഠിക്കരുത്. അപ്പോൾ ഓർത്ത് വെക്കുക, എക്സോർ ഗേറ്റിന്റെ ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ട് ഡിഫറന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ.